ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ കണ്ണും കാതുമൊക്കെ ഇന്ന് രാവിലെ മുതൽ തന്നെ ശബരിമല സന്നിധിയിലേക്കാകും. ഇന്ന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് 3 തവണ തെളിഞ്ഞണയും വരെ അവരുടെ മനസ്സിൽ ശരണമന്ത്രങ്ങൾ മാത്രമായിരിക്കും. ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് മകരവിളക്ക് മഹോത്സവം. തിരുവാഭരണം ചാർത്തി അയ്യപ്പസ്വാമിയെ വണങ്ങാൻ, മകരസംക്രമ പൂജയിൽ പങ്കെടുക്കാൻ, മകരദ്വീപം 3 തവണ തുറക്കുന്നത് കാണാൻ, അങ്ങനെ ആ വിശേഷപ്പെട്ട മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടി ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർ ഇപ്പോൾ തന്നെ ശബരിമല സന്നിധാനത്ത് വന്നു ചേർന്നിട്ടുണ്ട്. അവരെല്ലാം പാണ്ടിത്താവളത്തും മറ്റുമായി തമ്പടിച്ച് കഴിയുകയാണ്. എവിടെ നിന്നൊക്കെ മകരവിളക്ക് പൊന്നമ്പലമേട്ടിൽ ദർശിക്കാൻ കഴിയുമോ അവിടെയൊക്കെ കഴിഞ്ഞ 2-3 ദിവസമായി അയ്യപ്പന്മാർ അവിടെയെല്ലാം പർണശാല കെട്ടി കാത്തിരിക്കുന്നു. ഭജനയും അയ്യപ്പ കീർത്തനങ്ങളും ഒക്കെയായി ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് ക്ഷേത്രം തന്നെ എന്തു മനോഹരമായി കുരുത്തോലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു, പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. കണ്ണൻ സ്വാമി, എന്തൊക്കെയാണ് ഇനി വരാനുള്ള മുഹൂർത്തങ്ങൾ ശബരിമല സന്നിധാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾ? സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രം മാത്രം മുഴങ്ങുന്ന ഒരു അന്തരീക്ഷമാണ്. എല്ലാവരും കാത്തിരിക്കുന്ന ആ മകരവിളക്ക് ദർശനത്തിന് വേണ്ടി, മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. ഇന്ന് 11 മണിക്ക് ശേഷം എന്തായാലും പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ കയറ്റിവിടില്ല. ഇപ്പൊ തന്നെ ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം ഭക്തന്മാരെത്തിക്കഴിഞ്ഞു. 2 ലക്ഷമെങ്കിലും എത്തുമെന്ന് തന്നെയാണ് പോലീസിന്റെ കണക്ക്. അവരെയൊക്കെ ഉൾക്കൊള്ളാൻ ഈ സന്നിധാനത്തിന്, ഈ പൂങ്കാവനത്തിന് സാധിക്കും. മുൻകാലങ്ങളിൽ നമുക്കുള്ള അനുഭവം അത് തന്നെയാണ്. എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഏതാണ്ട് 6:15 തിരുവാഭരണ ഘോഷയാത്ര, പേടകങ്ങൾ, ഈ കോപരങ്ങൾ തുള്ളി ഉറഞ്ഞാടി ഈ 18-ാം പടി കയറി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നൊരു നിശബ്ദതയാണ്. സ്വാമിയെ അയ്യപ്പ ആ രീതിയിൽ വളരെ സൗണ്ട് കുറച്ച് ശരണം വിളിച്ച് ഏറ്റവും അവസാനം ആവുമ്പോഴത്തേക്കൊക്കെ ഈ 18 മലകളും കടന്ന് ഉച്ചസ്ഥായിയിലേക്ക് ആ ശരണം വിളി എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 മണിക്കാണ് ഇന്ന്, 3:08 ഇന്ന് മകരസംക്രമ പൂജ. ഉത്തരായനത്തിൽ നിന്ന് സൂര്യൻ ദക്ഷിണായനത്തിലേക്ക് കിടക്കുന്ന ഒരു സമയമാണ്. ആ മകരസംക്രമ പൂജയ്ക്ക് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ചുള്ള ഒരു ആ പൂജയാണ് നടക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ 2:45 നട തുറന്നു കഴിഞ്ഞാൽ നേരെ മകരവിളക്ക് കഴിഞ്ഞ് 11 മണിക്ക് ശേഷം മാത്രമായിരിക്കും നട അടയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഇന്നിപ്പോൾ നെയ്യഭിഷേകത്തിന് സമയം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എത്രത്തോളം അയ്യപ്പന്മാരാണ് നെയ്യഭിഷേകത്തിന് ക്യൂ നിൽക്കുന്നത്? ഇങ്ങനെ വാവരുസ്വാമിയുടെ നട വരെ നെയ്യഭിഷേകത്തിനുള്ള ക്യൂ നീണ്ടു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഹരി ഇനി അടുത്ത നിയന്ത്രണങ്ങളൊക്കെ? ഇന്ന് എത്ര സമയം വരെ ദർശനമുണ്ട്, എത്ര സമയം വരെ നെയ്യഭിഷേകമുണ്ട്? അതായത് ഇന്ന് പതിവിലും നേരത്തെയാണ്. സാധാരണ 3 മണിക്ക് നട നടക്കുന്നത്, 2:45 ഉച്ചയ്ക്ക് ശേഷം നട നടക്കുന്നത്. അത് ഈ മകരസംക്രമ പൂജ 3:08 നടക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നെയ്യഭിഷേകമൊക്കെ രാവിലെ നെയ്യഭിഷേകം നടക്കുന്നുണ്ട്. പിന്നെ അതൊരു 11 മണിയായി കഴിഞ്ഞാൽ പിന്നെ അഭിഷേകം ഇല്ല. പതിവ് പോലെ ആ ഒരു സമയക്രമീകരണം അങ്ങനെ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. പിന്നെ ദർശനത്തിന് വേണ്ടിയുള്ള സംവിധാനം, ഈ മകര ജ്യോതി തെളിയുന്ന സമയത്തൊക്കെ പ്രത്യേക പാസ്സുള്ളവർക്കാണ് തിരുമുറ്റത്തൊക്കെ നിൽക്കാൻ കഴിയുന്നത്. ബാക്കി എല്ലാവരും പാണ്ടിത്താവളത്ത് നമ്മൾ വരുന്ന ആ സ്ഥലങ്ങളിൽ കണ്ടു അവിടെയൊക്കെ ആയിരിക്കും നിൽക്കുക. പിന്നെ കൃത്യമായി അതിനുള്ള പോയിന്റുകളുണ്ട്, അവിടെയൊക്കെ ആയിരിക്കും ഈ ആളുകൾക്ക് നിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഈ ദർശനത്തിനുള്ള സൗകര്യം, ഇരുമുടിക്കെട്ട് എന്തി വരുന്നവർക്ക് മാത്രമായിരിക്കും ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അതായത് രണ്ടാമത് കയറി ദർശനം നടത്തുന്ന സൗകര്യം ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് ആ ദർശനത്തിനുള്ള ആ സൗകര്യം. ഏതായാലും ഹരി, ഇപ്പോൾ ശബരിമലയിലെ ദൃശ്യങ്ങൾ എത്ര കണ്ടാലും നമുക്ക് മതിയാകില്ല. അതുപോലെ തന്നെ ഇവിടെ എത്തിയത് നേരിട്ട് കാണുക എന്നുള്ളതൊരു ഭാഗ്യമാണ്. കാണാത്തവർക്ക് വേണ്ടിയാണ് മാതൃഭൂമി ന്യൂസിന്റെ നമ്മളടക്കമുള്ള വലിയൊരു സംഘം ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സാറൊക്കെ ദർശനത്തിന് വേണ്ടി പോവുകയാണ്, ഇവിടുത്തെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ വേണ്ടി പോവുകയാണ്. അവരെല്ലാം ഉണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ എത്തിയവർക്കെല്ലാം കാണാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ ഇവിടെ എത്താൻ പറ്റാത്തവർക്ക് വേണ്ടി ആ ശബരിമല സന്നിധാനത്തെ മനോഹരമായ കാഴ്ചകൾ നമ്മളുടെ ക്യാമറമാൻ മനു പകർത്തിയ ദൃശ്യങ്ങളുണ്ട്. അത് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർക്കും പ്രേക്ഷകർക്കും വേണ്ടി മാതൃഭൂമി ന്യൂസ് പങ്കുവെക്കുകയാണ്.